ഹായ് ഓൾ, വെൽക്കം ടു സ്പർ ആൻഡ് സ്പൈസസ് ചിപ്പോട്ട്ലി. ഇന്ന് നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഗാർലിക് ബ്രെഡ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആട്ട കൊണ്ട് ഉണ്ടാക്കാവുന്ന നമ്മുടെ കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഗാർലിക് ബ്രെഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാ തുടങ്ങാം? അപ്പോൾ നമ്മുടെ ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 1 കപ്പ് ആട്ടയാണ്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. തൈര് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് ആട്ട പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ചു കളയരുത്, കുറേശ്ശെ ഒഴിച്ചിട്ട് ആ ഒരു പരുവത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഏകദേശം ഇതുപോലെ കുഴച്ചതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ, ഉരുക്കിയ ബട്ടറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 10-12 വെളുത്തുള്ളി നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ വെളുത്തുള്ളി നമുക്ക് കിട്ടാനില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ അമൂലിൻ്റെ ഗാർലിക് ആൻഡ് ഹെർബ്സ് എന്ന് പറഞ്ഞൊരു ബട്ടർ അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്താലും മതി. ഇനി ഈ ബട്ടർ മിക്സിയിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ നമ്മുടെ നേരത്തെ കുഴച്ചു വെച്ച മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം ഒറിഗാനോയോ അല്ലെങ്കിൽ മിക്സഡ് ഹെർബ്സോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. ഇത് നമ്മൾ ഏകദേശം ഒരു 3 മിനിറ്റോളം ഇതുപോലെ നന്നായി കുഴച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, മാവ് നല്ലോണം സോഫ്റ്റും സ്ട്രെച്ചിയും ഒക്കെ ആയിട്ടുണ്ട്. ഇത് നമ്മൾ 2 ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ കൃത്യം 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഉരുളകളാക്കി മാറ്റാം. എന്നിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ കല്ലിൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി പരത്തണ സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ തിന്നായിട്ട് പരത്തരുത്. ഏകദേശം നമുക്കൊരു 1/2 ഇഞ്ച് കനത്തോളം വേണം, എന്നാലേ ആ ഗാർലിക് ബ്രെഡിൻ്റെ ആ തിക്നെസ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ഉണ്ടാക്കുന്ന ഗാർലിക് ബ്രെഡിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ കോൺ ആണ് ആഡ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ വെജീസും ആഡ് ചെയ്ത് കൊടുക്കാം, ക്യാപ്സിക്കമോ ഓനിയനോ ഒക്കെ. ഇനി നമ്മുടെ ചീസി ഫ്ലേവറിന് വേണ്ടിയിട്ട് ചീസ് ക്യൂബ്സ് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ നമുക്ക് തേച്ച് കൊടുക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് ഒട്ടിച്ചേരാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഭാഗത്തും നന്നായി വെള്ളമാക്കിയതിന് ശേഷം നമുക്കിത് മടക്കാം.
ഇതിൻ്റെ സൈഡെല്ലാം കൈ വെച്ചതായി ഇതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം ഒരു കത്തി വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് ഒരു ബേക്കിംഗ് പ്ലേറ്റിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗാർലിക് ബ്രെഡ് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബട്ടർ ഗാർലിക് മിക്സ് ഈ ഗാർലിക് ബ്രെഡിലേക്ക് നമ്മൾ നല്ലോണം തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്ക് ഓവൻ ഒരു 200 ഡിഗ്രീസിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. പ്രീ ഹീറ്റ് ആയതിനു ശേഷം നമ്മുടെ ഗാർലിക് ബ്രെഡ് ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 മിനിറ്റ് ആണ് നമ്മളിതിൽ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗാർലിക് ബ്രെഡ് ബേക്ക് ആയിട്ടുണ്ട്. നമുക്കിത് അവനിൽ നിന്ന് പുറത്തിറക്കാം. നമ്മുടെ ബ്രെഡ് ഇതാ നല്ലോണം ബേക്ക് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആണ്. ഇനിയാണ് നമ്മൾ ഗാർലിക് ബ്രെഡിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സീക്രട്ട് ചെയ്യാൻ പോണത്. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ടേസ്റ്റും ആ ടെക്സ്ചറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബട്ടർ ഗാർലിക് മിക്സ്ചർ ഇതിൻ്റെ പുറത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കലാണ്. എന്നിട്ട് നമ്മുടെ സെക്കൻഡ് സീക്രട്ട് ഒറിഗാനോൻ്റെ പൗഡർ ഇതിൻ്റെ മുകളിൽ കൂടെ നന്നായിട്ട് നമ്മളിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു നനഞ്ഞ ടവൽ കൊണ്ട് 5 മിനിറ്റ് ഇതൊന്ന് നമുക്ക് മൂടി വെക്കണം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ആ ബ്രെഡിലേക്ക് നന്നായിട്ട് ഇറങ്ങാനും പിന്നെ നമ്മൾ ഇടുന്ന ഒറിഗാനോ ആ ബ്രെഡുമ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാനും വേണ്ടിയിട്ടാണ് അതിട്ടതിൻ്റെ പുറകെ നമ്മൾ ആ നനഞ്ഞ തവലിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണത്. ഇനി നമ്മൾ നേരത്തെ വരഞ്ഞു കൊടുത്തിരുന്നുവല്ലോ കത്തി വെച്ചിട്ട്, അത് കൂടെ നമുക്ക് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് ഇതിനെ എടുക്കാം. ഇത് കണ്ടോ, നമ്മുടെ ഗാർലിക് ബ്രെഡ് നല്ല സോഫ്റ്റും ആണ്. ആ ചീസൊക്കെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചീസ് കുറച്ച് കുറവാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുമ്പോഴോ നിറയെ ചീസ് ഇടാം. പ്രത്യേകിച്ച് ആ മോസറല്ല ചീസൊക്കെ ഇടുവാണെങ്കിൽ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു വലിയ ഫീലിംഗ് ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി ഹെൽത്തി ആയിട്ടുള്ള ഗാർലിക് ബ്രെഡ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് ഐറ്റം ആയിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. അതും ഹെൽത്തി സ്റ്റൈലിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡു സപ്പോർട്ട് us. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.